19 തൊട്ട് വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്. എനിക്കിതാണ് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതായത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരാറുണ്ട്. അതായത് നമ്മള് ഒത്തിരി പേടിച്ച് വിഷമിച്ച് എന്താ അടുത്ത ചെയ്യേണ്ടിയെ എന്നറിയാത്ത സാഹചര്യത്തില് എന്താ നമുക്ക് കർത്താവ് ചെയ്യാനായിട്ട് പറഞ്ഞത് എന്നുള്ള ഒരു കാര്യവും അതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് കർത്താവിൽ ആശ്രയിച്ച് ഷെയർ ചെയ്യുന്നത്. ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിന്റെ രാജ്യം വരേണ്ടത്, അതായത് ആൾക്കാർ ദൈവത്തെ അറിയേണ്ടതിന്, സമാധാനമായിട്ടൊരു ജീവിതം ജീവിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് ഒരു വലിയ പ്രയാസത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അതാണ് കർത്താവ് അവരെ കൈയും വിലാപ്പുറവും കാണിക്കുന്നത്. കർത്താവിനെ കാണിച്ചിട്ട് കർത്താവ് പറയുക, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇത് തന്നെയാ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സമാധാനം. അത് കഴിഞ്ഞിട്ട് 21 യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അതായത് കർത്താവിനെ അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ, കണ്ട ഒരാൾക്ക് മാത്രമേ ഈ കർത്താവ് ജീവിക്കുന്നവന്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ സഹായിക്കാൻ ഇരിക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ അനുഭവിച്ചാൽ, നമ്മൾ കഷ്ടതയിൽ കൂടി പോകുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് അനുഭവിച്ചാൽ മാത്രമേ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കർത്താവ് അതാ പറഞ്ഞേ, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ ആദ്യത്തെ ലൈൻ വായിച്ചു. ആരുടെ പാവങ്ങൾ നിങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ വാക്യത്തിലോട്ട് പിന്നെയും വരാം. എന്റെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട ഒരു വാക്യം അത്. 24 തൊട്ട് വായിക്കുക. എന്നാൽ എല്ലാ സമയത്തും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. അതാ 24 കാണുന്നത്. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രത്യേകമായിട്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ചിലർക്ക് എന്താ അത്രയും വിശ്വാസം ഇല്ലാതെ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ചിലർക്ക് തോമസിന്റെ കൂട്ടായിരിക്കും ചിലപ്പോൾ അതായത് ചിലപ്പം കർത്താവ് ആദ്യം തന്നെ പറ്റി വെളിപ്പെടുത്തിയ സമയത്ത് അവര് ആ വാക്ക് അവർക്ക് കിട്ടിക്കാണത്തില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസം കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. കാരണം തോമസ് ആ സമയത്ത് ഇല്ലായിരുന്നു. തോമസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ തോമസ് വിശ്വസിച്ചു. തോമസ് രണ്ടാമതൊന്നും ആവശ്യമില്ല. പക്ഷെ ഇവിടെ 12 ഒരുവനായ ദിദിമോസ് തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ആർക്കറിയാം തോമസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ കർത്താവിനോട് പോയി എന്നുള്ളൊരു വലിയ ദുഃഖം കൊണ്ടായിരിക്കാം. നമ്മുടെ സാഹചര്യത്തിൽ ദുഃഖം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയെന്ന് വരാം. പക്ഷെ കർത്താവ് എങ്ങനെയാ അത് ഡീൽ ചെയ്യുന്നത്? 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കർത്താവ് രണ്ടും പറയുന്ന കാര്യം, അതായത് നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ട് തന്നെ തന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു കർത്താവാണ്. തോമസിന്റെ കൂടെ എത്ര പേഷ്യന്റ് ആയിരുന്നു. നമ്മൾ ഇത് തന്നെയാ മറ്റുള്ളവരോട് ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ മനസ്സിലാകാൻ പറ്റാത്തവരോട് ക്ഷമയോടെ ഇരിക്കാൻ. ഇന്നലെ ഞാനും മക്കളും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഹയർ ആൻഡ് ഹയർ ലെവൽസ് ഓഫ് ഫെയ്ത്ത്. അതായത് ആർക്ക് വിശ്വാസം കുറഞ്ഞിരിക്കുന്നുവോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമോ വളരെ ഒരു കാരണവശാലും അവരെ ജഡ്ജ് ചെയ്യാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. കർത്താവ്
കർത്താവ് കർത്താവ് എന്തോ ചെയ്തത്? വിശ്വസിക്കാൻ പറ്റാത്ത തോമസിന് തന്നെത്താനെ സ്പെഷ്യലായിട്ട് ഒരു റെവലേഷൻ. തോമസ് ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് സമാധാനം തന്നു. തോമസിന്റെ ലെവൽ ഓഫ് ഫെയ്ത്ത് ഉടനെ കൂടി. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവയെ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർത്താവ് വേറൊരു കാര്യം പറഞ്ഞു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കർത്താവ് ഇന്ന് നമ്മളോട് അതാ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന റിസൾട്ട് ചിലപ്പോൾ നമ്മളിപ്പോ കണ്ടു കാണത്തില്ലായിരിക്കാം. പക്ഷെ കർത്താവ് ചോദിക്കുക, നിങ്ങൾക്ക് കാണാതെ വിശ്വസിക്കാമോ? ഞാൻ ഈ തോമസിനെ പറ്റി ചിന്തിക്കുമായിരുന്നു. നമ്മളിൽ നിന്ന് എത്ര വ്യത്യസ്ത കർത്താവ്. നമ്മളാണെ ഉടനെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരു ശുശ്രൂഷയും ഏൽപ്പിക്കത്തില്ല. നമ്മൾ ചിലപ്പം പറയും, ഓ അവർക്ക് വിശ്വാസമൊന്നും അത്രയില്ല. പക്ഷെ കർത്താവ് എന്തുവാ തോമസിനെ ഏൽപ്പിച്ചത്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാ. ഇന്ത്യയിൽ വന്നാണ് ദൈവത്തിന്റെ സുവിശേഷം തോമസിന് ആണ് ആ ഭാഗ്യം കിട്ടിയത് ആൾക്കാരോട് സംസാരിക്കാനായിട്ട്. ഞാൻ ഇതിനോട് ചേർന്ന് എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു. ഞാൻ അതൊന്ന് പ്രാക്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ എൻ്റെ ഒരു എനിക്ക് വയ്യാത്ത ഒരു മകനുണ്ട്. എൻ്റെ ഒരു റിലേറ്റീവ് തീരെ വയ്യാതെ കിടക്കുക. അവന് പെട്ടെന്ന് പല്ലിന് പ്രയാസമായി. പല്ലിന് പ്രയാസമായിട്ട് ഒത്തിരി സെപ്സിസ് ആയി. അപ്പൊ ആ സമയത്ത് ചികിത്സ കിട്ടാൻ ഇച്ചിരി വൈകുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ആ സമയത്ത് കർത്താവിനെ പ്രേസ് ചെയ്യാൻ തുടങ്ങി. അത് അറിഞ്ഞുടനെ ആ ഒരിക്കലും ഇപ്പോഴെങ്ങും സ്ലോട്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രേസ് ചെയ്യാം. ഞാൻ പ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞു കർത്താവിനെ സ്തുതിക്കുക. കാരണം കർത്താവ് ആരാ? കാരണം എങ്ങനെയാ കർത്താവിനെ കഷ്ടങ്ങളിൽ സ്തുതിക്കാൻ പറ്റുന്നത്? സ്തുതിക്കാൻ പറ്റുന്ന കർത്താവ് ആരാന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അതായത് നമ്മുടെ വളരെ സ്നേഹമുള്ള ഒരു 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 ഈ ലോകത്തിലെ പിതാവ്, അച്ഛൻ നമുക്കുണ്ടെന്ന് വിചാരിച്ചോ, ഫാദർ. അപ്പൊ ആ ഫാദർ നമ്മളെ ഒരിക്കലും, എന്റെ പിതാവ് ഇപ്പോഴും, എന്റെ സ്വന്തം ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് വേണ്ടി നന്മയല്ലാതെ വേറെ ഒന്നും അദ്ദേഹം ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു പിതാവ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ 88 ഇയേഴ്സ് ആയി. കാര്യമായിട്ടൊന്നും ഈ പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ അല്ലാതെ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഈ ലോകത്തിന്റെ ഈ ഈ ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനാ. എല്ലാത്തിന്റെയും ശക്തി അവന്റെ മേൽ. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ അന്നേരം നടക്കുന്നത് എന്റെ കർത്താവ്. ആ കർത്താവ് ആ കർത്താവിനെ നമുക്ക് നമ്മുടെ കഷ്ടങ്ങളിൽ സ്തുതിക്കാൻ പറ്റുന്നത് വളരെ നെടുവീർപ്പോടെ അല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് എനിക്ക് വേണ്ടിയത് ചെയ്യും. അതാ എനിക്ക് കർത്താവിന്റെ സ്വഭാവത്തിലുള്ള ഉറപ്പ്. അത് വെച്ചിട്ടാ സ്തുതിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ മറ്റേ ആ മകന്റെ കാര്യത്തില് നമുക്ക് സ്തുതിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. അതുപോലെ തന്നെ എന്റെ ചെറിയ വിശ്വാസത്തെ ദൈവം മാനിച്ചു. എന്നെ സന്തോഷിപ്പിക്കാനായിരിക്കും കർത്താവ് അധികം താമസിയാതെ ആ ട്രീറ്റ്മെന്റ് നടക്കുവാനും അവന് ബെറ്ററായെന്ന് കാണുവാനും ഇടയായി. ഞാൻ കുറെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ വേറൊരു മകളുടെ കാര്യം എനിക്കറിയാം. പഠിക്കാനായിട്ട് കുറെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു പഠിക്കാനായിട്ട്. കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പൊ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുക, പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 ദിവസം മുമ്പേ ഞാൻ, കർത്താവേ, അങ്ങ് അവൾ പഠിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നത്. ഞാൻ വിശ്വസിക്കുക. വിശ്വസിക്കുക. ഇനി ഞാൻ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ഇനി സ്തുതിക്കാൻ പോവാ. ഞാൻ ജസ്റ്റ് സ്തുതിക്കാൻ തുടങ്ങി. ഈ 2 ദിവസത്തിൽ ഉടനെ ആ സാഹചര്യത്തിന് വ്യത്യാസം വന്നില്ല. പക്ഷെ സ്റ്റഡി പാറ്റേൺ മാറ്റാനായിട്ട് സാധിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്റെ എന്റെ ചെറിയ വിശ്വാസത്തെ ദൈവം മാനിച്ചു എന്നാണ്. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത്, ഞങ്ങൾ കുറച്ച് ദിവസം 4 ദിവസം സ്ഥലത്തില്ലായിരുന്ന സമയത്ത് എന്റെ ഫാദർ അല്ലാതെ സിക്കായി. വളരെ പ്രായമുള്ള അപ്പച്ചനാണല്ലോ. അപ്പം വളരെ സിക്കായി. ഞങ്ങൾ വളരെ ദൂരെയാ. ആ സമയത്ത് കർത്താവ് ഈ പറഞ്ഞ സമാധാനം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. എനിക്കത് എന്റെ സമാധാനം. കാരണം ഒരു മെഡിക്കൽ പേഴ്സൺ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് ഗൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്യണം. അങ്ങനെ പല പല സഹോദരന്മാർ വന്ന് സഹായിച്ചു. പക്ഷെ ആ സമയത്ത് എന്റെ ഹൃദയത്തില് എനിക്കുണ്ടായിരുന്ന കാര്യം ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ഈ സമാധാനം. യോഹന്നാൻ 14:27 കർത്താവ് പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമാധാനം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചു. ഞാൻ ആക്ച്വലി എന്റെ മദറിനോട് പറയുകയും ചെയ്തു, കർത്താവ് കാക്കും. ഉറപ്പാ എനിക്ക് അതിനെപ്പറ്റി. എനിക്ക് ഒരു ആശങ്കയില്ല. ഞാൻ അവിടെ ചെയ്യേണ്ടിയ കാര്യങ്ങള്, ഞാൻ ആയിരുന്ന സ്ഥലത്ത് ചെയ്യേണ്ടിയ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ തീർത്തിട്ട് വരാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇവിടെ വന്ന് ഇപ്പം എല്ലാം കൂടെ 2 ആഴ്ചയായി ഫാദർ സിക്കായിട്ട്. ഇന്നലെയൊക്കെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി നോർമൽ ഡയറ്റ് കഴിക്കാൻ തുടങ്ങി. നോർമലായിട്ട് ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി.
അതിനകത്ത് ആദ്യം കർത്താവ് തന്നത് റെസ്റ്റാ. കർത്താവിൽ നിന്ന് റെസ്റ്റ് പ്രാപിച്ചു. എനിക്കതേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഈ തിങ്കളാഴ്ച ഡ്യൂട്ടി ചെയ്യാൻ ആളില്ല. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാത്രിയിലെ പേഷ്യൻസിനെ നോക്കാനായിട്ട്. അത് അങ്ങനെ ഇല്ലായിരുന്നു എന്ന് എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മയുമില്ല. എനിക്കതിനൊരു ചുമതലയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? കാരണം ഓൾറെഡി സമയമായി ഡ്യൂട്ടി തുടങ്ങാൻ, ആളില്ല. അപ്പൊ ആദ്യം എന്റെ മനസ്സിൽ വന്നത് സമാധാനമാണ്. ഞാനിത് മറന്നു പോകുന്ന കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ ആളെ കോണ്ടാക്ട് ചെയ്തു. ആ ഡോക്ടർ വരാനായിട്ട്. അന്ന് സാധാരണ നമുക്ക് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യണമെങ്കിൽ നേരത്തെ പറയണം. കാരണം മറ്റേയാൾ ഒത്തിരി വർക്ക് അറേഞ്ച് ചെയ്തിട്ട് വേണം വരാനായിട്ട്, നൈറ്റ് ഡ്യൂട്ടി എടുക്കാനായിട്ട്. കർത്താവ് ആ പേഴ്സൺ, ഞാൻ പറയാൻ വന്നത്, ആദ്യം വരുന്നത് സമാധാനമാണ്. താങ്ക് യു ലോർഡ്. കർത്താവിന് ഈ സാഹചര്യം നേരത്തെ അറിയായിരുന്നു. കർത്താവ് അത് ചെയ്യാൻ പോവാ. അന്ന് തന്നെ ഒരു പ്രയാസമില്ലാതെ ആ ഡ്യൂട്ടി അറേഞ്ച്ഡ് ആവാനായിട്ട് കർത്താവ് ഇടയാക്കി. എങ്ങനെയാ കർത്താവ് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും പറയും, കർത്താവിന്റെ കാര്യം നോക്കുന്നതാ എന്റെ ചുമതല. എന്റെ കാര്യം നോക്കുന്നത് കർത്താവിന്റെ ചുമതലയാ. ഞാൻ അതെപ്പോഴും ഓർക്കും. ഒരു 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 ഫാമിലിയെ, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയെ കുറച്ച് നാളായിട്ട് അവരോട് ഇടപെടുന്നു. ചില സമയത്ത് പലപ്പോഴും അവരെ ഉപദേശിക്കുകയും എല്ലാം ചെയ്യും. ചില സമയങ്ങളിൽ അവർക്ക് വലിയ പ്രയാസത്തിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ സ്തുതിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പല സാഹചര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കൊടുക്കുന്ന ഉപദേശമോ, ഇൻഫാക്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇൻഫാക്ട് പ്രോബ്ലംസ് മോർ ആൻഡ് മോർ വേഴ്സ് ആവുക. ആ സമയത്ത് കർത്താവ് എന്റെ കണ്ണ് തുറന്നിട്ട് കർത്താവ് പറയും, മക്കളെ, നീ എന്തിനാ വിഷമിക്കുന്നത്? അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അപ്പൊ എന്റെ വിഷമം എല്ലാം മാറി. കർത്താവെ താങ്ക് യു, കർത്താവെ പ്രൈസ് യു എന്ന് ഞാൻ പറയും. ആ ദിവസം ഞാൻ പിന്നെ കാണുമ്പോൾ അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ട് കാണും. ഞാൻ ഓർക്കുക, എല്ലാ കാര്യങ്ങളിലും കർത്താവ് മതിയായവന്. ഒരു ന്യൂ ബോൺ ചൈൽഡ് വീട്ടിലുണ്ടായെന്ന് വിചാരിച്ചു. ആ കുഞ്ഞിന്റെ ഞാൻ എപ്പോഴും ഓർക്കും. ഒരു ചെറിയ കുഞ്ഞുണ്ടായാലും നമുക്ക് ഒത്തിരി പ്രയാസമല്ലേ. ആദ്യത്തെ ഒരു മാസം ഞങ്ങളുടെ വീട്ടിലെ 3-4 കുഞ്ഞുങ്ങള് ഇപ്പൊ ഈയിടെ ഉണ്ടായതുകൊണ്ട് നമുക്കറിയാം. ആ കുഞ്ഞിന് ആ ഒരു സാഹചര്യം പോലും, അങ്ങനത്തെ സാഹചര്യം, ചിലപ്പോൾ കുഞ്ഞ് പാല് കുടിക്കത്തില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ഛർദ്ദിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് കരയും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാ സാഹചര്യത്തിലും കർത്താവ് മതിയായവന്. കർത്താവിന് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മള് നമ്മൾ ആദ്യം വായിച്ച ഭാഗം, യോഹന്നാൻ 20 ആദ്യത്തെ വാക്യം പറയുന്നത്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചു. ഞാൻ പേടിക്കുന്ന കാര്യമാണ്. പേടിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. കുഞ്ഞുങ്ങൾ സിക്കാകാം. അതിലെല്ലാം ആദ്യം കർത്താവിന്റെ സമാധാനം. കർത്താവ് അവിടെ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, എനിക്ക് സിസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ കാര്യം എന്താ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം സഹോദരിയോട് പറഞ്ഞു, ലോർഡ്സ് പ്രസൻസ് ഇസ് വിത്ത് യു എന്ന് പറഞ്ഞു. എനിക്കത് വലിയൊരു ആ ഒരു വാക്ക് ഓർത്ത്, ശരിയാ. സാംസ് 46 പറയുന്നത്, ഗോഡ് ഇസ് എ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ എന്നാ കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് വെരി പ്രസന്റ് ഹെൽപ്പ്. ആ സമയത്ത് കർത്താവ് എനിക്ക് ഈ ഭാഗം എനിക്ക് തന്നത്. അന്നേരം ഞാൻ പ്രേസ് ചെയ്യാൻ തുടങ്ങി. കർത്താവിന്റെ വചനം ഞാൻ പറയുന്നത്, കർത്താവ് ആഗ്രഹിക്കുവാണെങ്കിൽ കർത്താവിന്റെ വചനം എനിക്ക് തരും. ഞാൻ എന്തിനാ ഇതിനെപ്പറ്റി ഏതാ പറയുന്നത് ചിന്തിക്കേണ്ടി. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയാ. ഞാൻ എപ്പോഴും ഓർക്കും, എത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൽ കൂടെ ഞാൻ കടന്നു പോകും ഒരു ദിവസം. മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആൾക്കാർ തെറ്റിദ്ധരിക്കും പല സമയത്തും നമ്മുടെ ഇന്റൻഷൻസ്, നമ്മുടെ മോട്ടീവ്സ്. ആ സമയത്തും എന്തുവാ? കർത്താവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്കൊന്നുമില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന വേറൊരു ഒരു വാക്യ ശകലമുണ്ട്. ഐ വിൽ നോട്ട് ബി മൂവ്ഡ് ബൈ എനിത്തിങ്, നത്തിങ് ക്യാൻ മൂവ് മീ. എന്നെ ഒന്നിനും കുലുക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ മുഖത്തോട്ടുള്ള കണ്ണ് വെക്കുന്നതിൽ നിന്ന്. കാരണം കർത്താവിന്റെ രക്ഷ, കർത്താവിന്റെ സാൽവേഷന്, കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യും. കർത്താവിന്റെ സമാധാനം അയച്ചിട്ടുണ്ട് എനിക്ക്. എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ആദ്യം കർത്താവ് തന്ന സമാധാനം പിന്നെയും പിന്നെയും ഒക്കെ എല്ലാ ദിവസവും. ഇന്നലെ എന്റെ ഫ്രണ്ട് പറയുമായിരുന്നു, ഒരാൾ പറഞ്ഞു, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, എല്ലാ ദിവസവും ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെന്ന്. എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും കർത്താവിന്റെ ആ പീസ് ഇങ്ങനെ കർത്താവ് നീട്ടി വെച്ചേക്കുക. കർത്താവിന്റെ സമാധാനം, പീസ് ഐ ഗിവ് ഓൺ ടു യു. ആ സമാധാനം നമ്മൾ എടുത്തിട്ട്, ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ ഒരു മകൾ ഒരിക്കലും പണ്ട് എഴുതി വെച്ചത്, ദ പീസ് വിച്ച് കീപ്സ് ഗോഡ്. അതായത് ത്രിയേക ദൈവത്തിന്റെ ഇടയിൽ സമാധാനക്കുറവുണ്ടോ? ഇല്ലല്ലോ. ആ സമാധാനമാണ് കർത്താവ് നമുക്ക് തന്നിട്ട് പോയത്. ആ സമാധാനം ആദ്യം നമുക്ക് ഫുൾ റെസ്റ്റ് ആയിരിക്കാം. എന്റെ കാര്യം കർത്താവ് നോക്കും, ഉറപ്പാ. കാരണം ഞാൻ കർത്താവിന്റെ മകളാ. അതുകൊണ്ട്
അല്ലെങ്കിൽ മകനാ, അതുകൊണ്ട് കർത്താവ് നോക്കും, 100% നോക്കും. അങ്ങനെ നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നോക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചെറിയ ഭാഗം അവസാനിപ്പിക്കട്ടെ. കർത്താവ് പേടിച്ചിരുന്നപ്പോൾ കർത്താവ് ഇങ്ങോട്ട് വന്നു. അവരുടെ മധ്യയിൽ നിന്ന്, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ പേടിച്ച് വിറച്ച് ഇരിക്കുന്ന സമയത്ത് കർത്താവ് അകത്ത് വന്ന് പറയുക, എന്റെ സമാധാനം. പിന്നെയും പറഞ്ഞു, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. ഡൗട്ട് ചെയ്ത് വിശ്വസിക്കാൻ കഴിയാത്ത തോമസിനെ വന്ന് കർത്താവ് വിട്ടില്ല. നമുക്ക് ചിലപ്പോൾ വിശ്വാസം ഇല്ലാതെ പോകും, പക്ഷെ കർത്താവ് നമ്മളെ വിടത്തില്ലല്ലോ. കാരണം നമ്മൾ കർത്താവിന്റെ മക്കളല്ലേ. കർത്താവ് വന്ന് നമ്മുടെ നമ്മുടെ സമാധാനക്കുറവുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും, അത് മാത്രമല്ല, കർത്താവ് തോമസിനെ ഇന്ത്യയുടെ വേണ്ടി ഉപയോഗിച്ചതുപോലെ നമ്മളെ കർത്താവ് അനേകർക്ക് സമാധാനം, ദൈവത്തിന്റെ സമാധാനം കൊടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, കർത്താവ് പിന്നെ പറയുക, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നമുക്ക് റിസൾട്ട് കാണാത്തപ്പോൾ, പിന്നെയും പ്രാർത്ഥിച്ചതിന്റെ ഉത്തരം കിട്ടാത്തപ്പോൾ നമുക്ക് ഏറെ സന്തോഷിച്ച് ഏറെ സ്തുതിക്കാം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു ലോർഡ്. കർത്താവ് അതിനകത്ത് ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ പറയാം. പലപ്പോഴും ഞാൻ ഇതെപ്പോഴും പറയുന്നത്, പക്ഷെ പിന്നെയും പറയാനായിട്ട് ആഗ്രഹിക്കാം. ഏത് കാര്യം, ഞാനൊരു സർജറി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആക്ച്വലി പ്രാർത്ഥിക്കാറില്ല ഇങ്ങനെ. തുടങ്ങുമ്പം പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങ് കൂടെ ഉണ്ടായിരിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ എന്റെ വായിൽ നിന്ന് ഒരു വാക്ക പറഞ്ഞ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു കർത്താവെ, കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവ് കൂടെ ഉണ്ട്. എല്ലാ സാഹചര്യത്തിലും കർത്താവ് കൂടെ ഉണ്ട്. നമ്മൾ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പറയുമ്പം അത് കർത്താവിനെ ആക്ച്വലി ഒരു വിധത്തിൽ പറഞ്ഞ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാ. കർത്താവ് ഉറപ്പായിട്ടും ഞാനോ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം വരെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ, കർത്താവ് നമ്മള് തോമസിന്റെ കാര്യം പറഞ്ഞ പോലെ, പ്രോഡിഗൽ സണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ കർത്താവ് കൂടെ ഉണ്ട്. അപ്പൊ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കർത്താവെ താങ്ക് യു, കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടല്ലോ. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവെ അവരുടെ കൂടെ കർത്താവ് ഉള്ളതിനായിട്ട് സ്തോത്രം, കർത്താവെ അവരുടെ കൂടെ ഇരിക്കണമേ എന്ന് പറയണ്ട. ഇന്നത്തെ സാഹചര്യത്തില് കർത്താവെ അവരാ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കർത്താവ് ഉള്ളതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ ഈ രീതിയിൽ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി, കർത്താവ് ആരാന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു സംശയമേ വരത്തില്ല. നമ്മുടെ ദുഃഖമേറിയ സാഹചര്യങ്ങൾ, നമ്മൾ ചിലപ്പം എല്ലാം കൈവിട്ട് പോയി എന്ന് പറയുന്ന സാഹചര്യം കൂടെ കർത്താവ് നന്മയ്ക്ക്. തോമസിന്റെ കാര്യം അങ്ങനെ ആയിരുന്നല്ലോ. തോമസിനെ റിസ്റ്റോർ ചെയ്തിട്ട് ഇത്രയും വലിയൊരു പ്ലാൻ കർത്താവിന് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ തോൽവികളിലും കർത്താവിന് വലിയൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ വിശ്വാസക്കുറവിനകത്ത് പോലും കർത്താവിനൊരു പ്ലാൻ ഉണ്ട്. കാരണം നമ്മൾ കർത്താവിന്റെ മക്കള്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് വചനം അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിക്കുവാനും അങ്ങയുടെ വചനത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ പിന്നെയും തുറക്കണേ കർത്താവ്. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു കർത്താവെ. ഞങ്ങൾ അങ്ങ് ആരാന്ന് മനസ്സിലാക്കി അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങ് കർത്താവ് യു ആർ അബോവ് എവറിത്തിങ്, ദെയർഫോർ ഐ വിൽ നോട്ട് ബി മൂവ്ഡ് എന്ന് കർത്താവെ പറയുവാൻ തക്കാണ് ഞങ്ങളുടെ വായികളെ അങ്ങ് ബലപ്പെടുത്തിയതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഫിയർഫുൾ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ ഞങ്ങള് കർത്താവെ ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങ് ആ സാഹചര്യത്തിന് അകത്തുണ്ട്. അങ്ങയുടെ സമാധാനം, ത്രിയേക ദൈവത്തിനെ വെച്ചിരിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഞങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴും കർത്താവ് തോമസിന് വേണ്ടി ഒന്നും കൂടെ വന്ന കർത്താവ്, അത് കഴിഞ്ഞ് ഞങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ഇതൊന്നും അങ്ങ് കണക്കെടുത്തില്ലല്ലോ കർത്താവ്. അത്ര സ്നേഹമുള്ള കർത്താവാണല്ലോ കർത്താവെ. ആ സ്നേഹത്തിന് മുമ്പില്, ആ കരുണയുടെ മുമ്പില്, ആ മേഴ്സീസിന് മുമ്പില് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. താങ്ക് യു ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.